അവൻ വിശ്വാസമായിട്ടാണ് ശരണം വിളിച്ചു പോകുന്നത്. അതെ. അവൻ 18 പടിയിൽ പൂജ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ തേങ്ങ അത് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ ആക്കണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവൻ തേങ്ങ ഉടയ്ക്കണത്. മനസ്സിലുള്ള മാലിന്യവും ഇത് രണ്ടും കൂടി കൊണ്ടുപോവുകയാണ് ശരിക്കും. എല്ലാം സമർപ്പിച്ച് ഭഗവാനെ അവിടെ കൊണ്ടുവന്ന് അവൻ്റെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചു. അവൻ്റെ ശരീരത്തിലെ ആ അഴുക്ക് അഗ്നിയിൽ ദഹിപ്പിച്ചു. ഇതാണ് ശരിക്കും നമ്മൾ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിക്കുന്നുണ്ട്, കാളി എങ്ങനെ ഇരിക്കണേന്ന്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ സിമ്പിളായിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം വിചാരിച്ചു ഇത്രേ ഉള്ളൂ, പിന്നെ നോക്കിയപ്പോൾ വിചാരിച്ചു വലിയ വലിപ്പം ഉണ്ടെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ആകാശത്തിൻ്റെ അത്രയുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചില്ല, ആകാശത്തിൻ്റെ അത്ര. ഞാൻ ഭഗവാൻ തന്നെ നമ്മൾ ലാസ്റ്റ് ഭഗവാൻ തന്നെ പറയും, ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. കണ്ണൻജി, അപ്പോൾ ഈ ആധ്യാത്മിക എന്ന് പറയുന്നത് പലരുടെയും അറിവില്ലായ്മയാണോ, അല്ലെങ്കിൽ എങ്ങനെ ഒരു കറക്റ്റ് ആധ്യാത്മികയിലേക്ക് എത്താൻ പറ്റും ഒന്ന് പറയാമോ? അത് എത്താൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പോൾ നമ്മൾ ഒരു മാർജിൻ ഫ്രീയിൽ സാധനം മേടിക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ പണ്ട് കാലത്ത് കടകളായിരുന്നു ഇല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ കടകളിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ ലിസ്റ്റായിട്ടാണ് പോകണം. ഈ നമ്മ ലിസ്റ്റ് തരും, പലർക്ക് സാധനം പച്ചരി ഇത്ര എന്നൊക്കെ പറഞ്ഞ് തരുമായിരുന്നു. ഈ മാർജിൻ ഫ്രീ വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ട്. പുട്ടുപൊടിൻ്റെ കമ്പനിയുടെ ഉണ്ട്, കൃഷ്ണൻസിൻ്റെ ഉണ്ട്, അജ്മീൻ്റെ ഉണ്ട്, അങ്ങനെ അങ്ങനെ. അപ്പം നമുക്ക് അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യാം. അപ്പം ആ മാർജിൻ ഫ്രീ മാർക്കറ്റ് പോലെയാണ് ശരിക്കും. അപ്പം നമ്മൾ പലതിലൂടെയും കണ്ട് കേട്ടേ നമുക്ക് മറ്റേതിൽ എത്താൻ പറ്റുള്ളൂ. ശരി. ഈ നമ്മൾ ഏക ഇതിലേക്ക് പോകണമെങ്കിൽ ഒരിക്കലും നമ്മുടെ മൈൻഡ് ഇത് ചെയ്യില്ല. ഇപ്പം നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അപ്പോൾ വെറുതെ ഒരാൾ വന്നിട്ട് പറയുവാണ്, ആ കൂടെ വർക്ക് ചെയ്യണ ഒരാൾക്ക് ലോട്ടറി അടിച്ചുട്ടോ. പിന്നെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണ വരെ നമുക്ക് ചിലപ്പോൾ അയാൾക്ക് 10 രൂപ അടിച്ചേക്കണത്. പക്ഷെ നമ്മുടെ മൈൻഡ് എപ്പോഴും ആ സാധനത്തിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ചിലപ്പോൾ ഡയറക്റ്റ് ചെല്ലണത് ഒരു നല്ല ഗുരുവിൻ്റെ അടുത്താണെങ്കിൽ പോലും നമ്മുടെ ബ്രെയിൻ അതിനെ ചെയ്യില്ല. അപ്പം നമ്മൾ നല്ല ഗുരുവിൻ്റെ അടുത്ത് പോയാലും ചിലപ്പോൾ വേറൊരു ആൾ നമ്മളോട് പറയും, നിങ്ങൾ ഇതൊക്കെ ഉള്ളതാണോ ഇത് ചോദിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ നടന്ന് ലാസ്റ്റേ നമ്മളെപ്പോഴും പലതും കണ്ടും കേട്ടുമാണ് നമ്മൾ അവസാനം ഇതിൽ നിന്ന് നമുക്ക് എത്തിപ്പെടുകയുള്ളൂ. അതിൽ നമ്മുടെ ഒരു ഡെഡിക്കേഷനാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ ഒരു കല്യാണം നടക്കാത്ത ഒരാൾ, അയാൾ വഴിപാട് കഴിക്കുകയാണ്, ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി അല്ലെ എന്തെങ്കിലും ഒരമ്പലത്തിൽ വഴിപാട് കഴിച്ചു, നടന്നില്ല. വീണ്ടും വേറൊരു അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചു, നടന്നില്ല. ഒരു 4-മത്തെയോ 5-മത്തെയോ ക്ഷേത്രത്തിൽ വച്ചാണ് ഈ വഴിപാട് നടക്കണമെങ്കിൽ അതിൻ്റെ തിയറിറ്റിക്കൽ ഇത് നോക്കിയാൽ ഇതിനാരൊക്കെ കണക്ട് ചെയ്ത് തരണമെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് ഇല്ലേ? 5-മത്തെ ഭഗവാനിലെത്തിയപ്പോഴാണ് ഇവൻ്റെ കാര്യം നടന്നത്. പക്ഷേ ഈ 5 പേരെടുത്ത് വഴിപാട് കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും അറ്റാച്ച്ഡ് ആവണത്, ഞാൻ ഇവിടെ പോയി വന്നപ്പോഴാണ് എൻ്റെ കാര്യം നടന്നത്, അതുകൊണ്ട് എനിക്ക് ആ ഭഗവാനായിട്ട് അറ്റാച്ച്ഡ് വന്നു. അത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു തോന്നലാണ്. ആ തോന്നലിൽ നിന്ന് നമ്മൾ അടുത്ത തലത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ആധ്യാത്മികത വർക്ക് ചെയ്ത് തുടങ്ങും. അതായത് ശരിക്കും ആധ്യാത്മികത വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡ് പ്യൂറായിരിക്കണം. ശരി. അതായത് ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ, അത് നമ്മൾ വാക്വം എന്ന് പറയില്ലേ, 50 കിലോയുടെ ഒരു സാധനം ഇട്ടാലും നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന പോലെ വെറും തൂവലിട്ടാലും രണ്ടും ഒരേ സമയത്തെ താഴെ വന്ന് വീഴും. അതായത് ശൂന്യതയാണ്. പുട്ടപർത്തി സ്വാമി പണ്ട് വിഭൂതി എടുത്തു കൊടുക്കുമ്പോൾ ഭഗവാനോട് ഡിവോട്ടി ചോദിച്ചിട്ടുണ്ട്, ഭഗവാൻ എന്താ വിഭൂതി എടുക്കണേ? ഭഗവാൻ പറഞ്ഞേക്കണത് ഈശ്വരന് ഒന്നും അപ്രാപ്യമല്ല എന്ന് കാണിക്കാനാണ് ഞാൻ വിഭൂതി എടുത്തു കൊടുത്തത്. അതിൽ വേറെ ഒന്നുമില്ല. ഈശ്വരൻ പരബ്രഹ്മമാണ്, ഈശ്വരന് പറ്റാത്തതായിട്ടൊന്നുമില്ല. പ്രപഞ്ചം മുഴുവൻ നിൽക്കണതാണ്. അപ്പോൾ കുറേ പേരില്ല എന്ന് പറയും, അതും അവരിലും ഈശ്വരൻ തന്നെ നിൽക്കണത്, അവരിലും ഈശ്വരൻ തന്നെ നിൽക്കണേ. അപ്പോൾ ഇതെല്ലാ കാലത്തും ഉണ്ടാവും, എല്ലാ കാലത്തും അധർമ്മവും ഉണ്ടാവും, ഇതും ഉണ്ടാവും. കാരണം സത്യവും ധർമ്മവും ഇതും എല്ലാ കാലത്തും ഉണ്ടാവും. നമ്മൾ എത്ര ബഡ് ചെയ്തൊരു തൈ കൊണ്ടുവന്ന് 10 വെച്ചാലും ഒരെണ്ണം കേടായി പോകും ഇല്ലേ? അത്യുൽപാദന ശേഷിയുള്ള വിത്ത് നമ്മൾ പരീക്ഷണശാലയിൽ കൊണ്ടുവന്ന് ആക്കിയാലും ഒരു പാടത്ത് കൊണ്ടുവന്ന ഒരാൾ നട്ടാൽ 10 നട്ടാൽ ഒരെണ്ണം മോശമായി പോകും. അപ്പോൾ ആ ഒരെണ്ണം മോശമാവണേ എങ്ങനെയാണ്? ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സച്ചിൻ, അദ്ദേഹം ഉപയോഗിച്ച ബാറ്റ് തന്നെയല്ലേ എല്ലാവരും ഉപയോഗിക്കണേ. MRF അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് ഇതെല്ലാവരും ഒരേ ബാറ്റല്ലേ. പിന്നെ ഈ സച്ചിൻ്റെ ബോൾ മാത്രം എന്തുകൊണ്ടാണ് 6 പോണത്? അപ്പം ബാറ്റിലല്ല, ബാറ്റിൻ്റെ മാത്രമല്ല, ആ വ്യക്തിയിൽ വരുന്ന ഊർജത്തിൻ്റെ വ്യത്യാസമുണ്ട്. ശരി. ഇപ്പം നമ്മളിവിടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ തന്നെ പോലീസിൻ്റെ വയർലെസ് വർക്ക് ചെയ്യുന്നുണ്ട്, മറ്റേ ഫയർഫോഴ്സുകാരുടെ ഉണ്ട്, മിലിറ്ററിക്കാരുടെ ഉണ്ട്, ഇൻ്റലിജൻസിൻ്റെ ഉണ്ട്, പല പല വയർലെസ് നമ്മളൊന്നും കേൾക്കുന്നില്ലല്ലോ.
പക്ഷേ നമ്മളിതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് നമ്മൾ ട്യൂൺ ചെയ്താൽ കിട്ടും. അത് വരും, ക്രിമിനൽ കേസാവും. നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് അവരുടെ ഫ്രീക്വൻസി കിട്ടും. അപ്പം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് ചുറ്റും ലക്ഷോപലക്ഷം ഗുരുക്കന്മാരും പലരും വന്നിരിപ്പുണ്ട്. പക്ഷെ നമുക്ക് വിസിബിൾ അല്ലാത്തതുകൊണ്ട് അവിടെയാണ് അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള ഇത് നടക്കുന്നത്. നമ്മൾ കാണാത്തതുകൊണ്ട് നമ്മൾ പറയും അതില്ല എന്ന് പറയും, പക്ഷെ കണ്ടവൻ പറയുന്നുണ്ടെന്ന് പറയും. ഇപ്പം നമ്മൾ മദ്യപിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലഹരി, ഇപ്പോൾ ഈ ഭക്തി ഒരു ലഹരി തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് ലഹരിയായിട്ട് മാറും, സ്വാഭാവികമാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു തലവേദനയാണ്. പക്ഷെ ചായ നമ്മുടെ ശരീരത്തിൽ തലവേദന ഒന്നും ഉണ്ടാക്കണമല്ല ശരിക്കും, ചായയുടെ ദോഷമല്ല. പക്ഷെ നമ്മുടെ മനസ്സ് പറയുകയാണ് ഓൾറെഡി നീ ചായ കുടിച്ചില്ല ഇന്ന് തലവേദന നിനക്ക് ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ മദ്യപിക്കാത്ത ഒരാളാണെങ്കിൽ ഞാൻ വേറൊരാളോട് പറയുകയാണ് നീ മദ്യപിക്കണത് എന്തിനാ? അപ്പോൾ അവൻ പറയും നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അവന് കിട്ടുന്ന ആനന്ദം നമുക്ക് കിട്ടിയിട്ടില്ല. അവൻ പറയുന്നത് ഞാനത് കഴിച്ച് കഴിയുമ്പോൾ ഞാൻ വേറൊരു ലോകത്താണ്. അവന് കിട്ടിയത് കൊണ്ടാണ്. അത് തന്നെയാണ് വിശ്വാസി. അവൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ അവൻ കൃഷ്ണനെ നേരിട്ട് കണ്ടവനായിരിക്കും, അല്ലെങ്കിൽ ഭഗവാൻ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞായിരിക്കും. അവൻ പറയും ഞാൻ ഭഗവാനോടെ കണ്ടു എന്ന് പറയും. ഇപ്പം മലയാളത്തിൽ പണ്ട് നന്ദനം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ പോലെ അത് ശരിക്കും അതിൻ്റെ വേറൊരു വേർഷനായിട്ടാണ് കാണിക്കുന്നത്. ഈശ്വരനുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് ആക്സസിബിൾ അല്ല ആർക്കും. അതൊരു ഫ്രീക്വൻസിയാണ്. ആ ഫ്രീക്വൻസിയെ ചിലവർക്ക് ടച്ച് ചെയ്യാൻ പറ്റും, ചിലവർക്ക് പറ്റൂല. പറ്റാത്തവർ അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ വയലിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചെമ്മാങ്കുടി അങ്ങനെ വലിയ ആൾക്കാരുണ്ടല്ലോ, ഇത് അയാളുടെ വയലിനെടുത്ത് വെറുതെ ഇട്ട് അങ്ങനെ ആക്കിയാൽ മറ്റേ ആക്കും അതേ ഈണം കിട്ടണ്ടേ? ശരി. അപ്പം ആ ഇൻസ്ട്രുമെൻറ്റിനല്ല ഇത്, അതിലുപയോഗിക്കുന്ന ഊർജ്ജം ആരുടെയാണോ ആ ഊർജ്ജത്തിനനുസരിച്ചാണ്. ഇപ്പോൾ വലിയ നീന്തലുകാരുണ്ട്, അവർ കടലെടുക്കുക അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ നീന്തി കടന്നവരുണ്ട്. അതിൻ്റെ നടുക്ക് വെച്ചിട്ട് കാലിൽ മസിൽ കയറി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഈ മസിലും ഇതുമായിട്ട് എന്തൊരു ബന്ധമുണ്ട്? ആ ഊർജം പുറപ്പെടുവിക്കുന്ന ആരോ അവനാണ് ഈശ്വരൻ, അത് പരമ്പരമാണ്. അത്രയേ ഉള്ളൂ ശരിക്കും. അപ്പോൾ അനുഭവിക്കാത്തവൻ അതില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനറിയില്ല. പയ്യപ്പസ്വാമി അവൻ വിശ്വാസമായിട്ടാണ് ശരണം വിളിച്ചു പോണത്. അവൻ 18 പടിയിൽ പൂജ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ തേങ്ങ അത് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ ആക്കണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവൻ തേങ്ങ ഉടയ്ക്കണത്. അവൻ അവൻ്റെ മനസ്സും മനസ്സിലുള്ള മാലിന്യവും ഇത് രണ്ടും കൂടി കൊണ്ടുപോവുകയാണ് ശരിക്കും. എല്ലാം സമർപ്പിച്ച് ഭഗവാനെ അവിടെ കൊണ്ടുവന്ന് ബാക്കി അത് പൊട്ടിച്ച് നെയ്യ് ഭഗവാന് കൊടുക്കുകയാണ്. അതായത് അവൻ്റെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചു, അവൻ്റെ ശരീരത്തിലെ ആ അഴുക്ക് അഗ്നിയിൽ ദഹിപ്പിച്ചു. ഇതാണ് ശരിക്കും നമ്മൾ കെട്ടി നിറച്ച് പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാനം. അല്ലാതെ നമ്മൾ മിൽമാന്തി ഗീ മേടിച്ച് നിറച്ച് ഇതെല്ലാം ആക്കുന്നതല്ല. നമ്മുടെ മനസ്സും ശരീരം, അതായത് മനസ്സും ശരീരത്തിലെ അഴുക്കുകൾ മനസ്സ് നമ്മൾ അയ്യപ്പസ്വാമിയുടെ കാൽപാദത്തിൽ വെച്ചു. ഇത് അപ്പം നമ്മൾ ചില വിശ്വാസികൾ കണ്ടിട്ടില്ലേ, ഇപ്പോൾ ചിലപ്പോൾ ഭയങ്കര വിശ്വാസിയായിട്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ അമ്പലത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, ചിലപ്പോൾ അവർ ആത്മഹത്യ വരെ ചെയ്ത് കളയും. എൻ്റെ അമ്പലത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ പേപ്പർ വായിച്ചിട്ട് നമ്മൾ വിചാരിക്കും എന്ത് വിവരമില്ലായ്മ അയാൾ കാണിച്ചല്ലേ, ഒരു ക്ഷേത്രത്തിൽ നടടച്ചു പോയി എന്ന് പറഞ്ഞ്. പക്ഷേ അവനും ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ്, അത് നിർവചിക്കാൻ പറ്റാത്ത. ശരി. കാരണം സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിക്കുന്നുണ്ട് കാളി എങ്ങനെ ഇരിക്കണേന്ന്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ സിമ്പിളായിട്ട് പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചു ഇത്രേ ഉള്ളൂ എന്ന്, പിന്നെ നോക്കിയപ്പോൾ വിചാരിച്ചു വലിയ വലിപ്പം ഉണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ആകാശത്തിൻ്റെ അത്രയുണ്ടെന്ന്. പിന്നെ ഞാൻ ചോദിച്ചില്ല ആകാശത്തിൻ്റെ അത്ര പിന്നെ ഞാൻ അമ്മയെക്കുറിച്ച് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ വഴി ചോദിച്ചു നമുക്ക് പോവാം, ഗൂഗിൾ മാപ്പ് ഇട്ടും അത്രയേ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ അവരവരുടെ ഷോർട്ടസ്റ്റ് കാണിക്കും, അവരവരുടെ ഷോർട്ടസ്റ്റ് കാണിക്കുള്ളൂ. ശരി. പക്ഷെ ആ വഴിയിൽ ചിലപ്പോൾ ചായക്കട ഉണ്ടാവില്ല. നമ്മൾ വേറൊരാളോട് വഴി ചോദിച്ചാൽ അയാൾ പറയും ചേട്ടാ നിങ്ങൾ പോകുന്ന സമയം 4 മണിയാണെങ്കിൽ ചായ കുടിക്കാൻ അപ്പോൾ വഴിക്കൊരു ചായക്കടയുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് നിങ്ങൾക്ക് ഈ വഴി കയറി പോകാമെന്ന് പറയും. ശരിക്കും അതാണ് ഈ റൂട്ട് മാപ്പ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഗുരു. അവൻ്റെ ഉള്ളിലുള്ള കഴിവ് എന്താണോ, ഇപ്പം അങ്ങ് ചിലപ്പോൾ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും. അങ്ങയുടെ ഉള്ളിലുള്ള ഒരു പ്രദീപുണ്ട്, മനസ്സിലായി? ആ പ്രദീപിനെ പുറത്തെടുക്കണമെങ്കിൽ സദ്ഗുരു തന്നെ വരണം. അതാണ് ഈ സദ്ഗുരുവിൻ്റെ ശരിക്കുള്ള ഇത്. ആ രൂപത്തെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ നമ്മൾ പോകുന്ന ഓരോ ചുവടുവെപ്പും നമ്മൾ അപ്രതീക്ഷിതമായിരിക്കും. നമ്മളൊരു വക്കീലിനെ കാണാൻ പോകുമ്പോൾ വക്കീലായിരിക്കില്ല, അവിടെ ജഡ്ജി തന്നെ ആയിരിക്കും നമ്മുടെ മുമ്പിൽ. ജഡ്ജിനെ കാണാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിലപ്പോൾ ഗവർണറായിരിക്കും നമ്മുടെ മുമ്പിൽ. മന്ത്രിനെ കാണാൻ പോകുമ്പോൾ നേരിട്ട് അവിടുത്തെ തലവനെയായിരിക്കും നമ്മൾ. അതാണ് ജഗദ്ഗുരു പഠിപ്പിച്ചു തന്നെ. പക്ഷേ അതിൻ്റെ അടുത്ത തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ നമ്മൾ ലാസ്റ്റ് ഭഗവാൻ തന്നെ പറയും ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. ഇപ്പോൾ ഭഗവാൻ തന്നെ ഭക്തരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന നീ തന്നെയാണ് ഞാൻ തന്നെയാണ്
നീ എന്ന് പറയും. എന്നുവെച്ചാൽ ഭഗവാൻ നമ്മളിലേക്ക് ശരിക്കും സന്നിവേശിക്കുവാണ്. ശരിക്കും അത് സത്യമാണ്. പക്ഷേ അത് അനുഭവിക്കാത്ത ഒരാളോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്. ഇപ്പോൾ പഞ്ചസാര നമ്മൾ കഴിച്ചേക്കണോടല്ലേ മധുരം നമ്മൾ വിശ്വസിക്കണേ. ഇപ്പോൾ പഞ്ചസാര കണ്ടിട്ടില്ല, കണ്ണ് കാണാത്ത ഒരാൾ, അയാൾ ജീവിതത്തിൽ പഞ്ചസാര കഴിച്ചിട്ടില്ല. നമ്മൾ അയാളുടെ മുമ്പിൽ വന്ന് ഈ പഞ്ചസാരയെക്കുറിച്ച് 5 മണിക്കൂർ ക്ലാസ് എടുത്താലും 50 എപ്പിസോഡ് കാണിച്ചാലും അയാൾ പറയും മധുരമില്ല 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 എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെയാണ് നിരീശ്വരവാദികൾ, യുക്തിവാദികളൊക്കെ. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ അറിവാണ് അവനാക്കണത്. ഇപ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ റോട്ടിൽ കൂടി പോവുക, ഭയങ്കര ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ അയാളോട് ഭയങ്കര ഇംഗ്ലീഷിൽ ചീത്തയൊക്കെ പറഞ്ഞാലും ഇവന് മനസ്സിലാവില്ല. കാരണം ഇവന് ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ ഇതെന്ന് കേട്ട് എന്നാ പറയും അയാൾ ആ പാവത്തിന് ചീത്ത വിളിക്കാണ്ടോ എന്ന് പറയും. നമ്മൾ ഈ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കണ പോലെ, സ്നേഹം മനസ്സിലാക്കാൻ നമുക്ക് വേറെ എക്യുപ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ നമ്മൾ തൊട്ട അയൽവാസിയായിട്ട് ഭയങ്കര വഴക്ക്, പെട്ടെന്ന് അയാൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി അല്ലെങ്കിൽ ഒരു അസുഖം വന്നു, അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അയാൾ വിചാരിക്കും നമ്മൾ വരുമല്ലോ, നമ്മൾ ഉടക്കാണല്ലോ ആശുപത്രിയിൽ. നമ്മളൊരു ദിവസം ചെന്നിട്ട് അയാൾക്ക് ഒരു 10,000 രൂപ അയാളുടെ വൈഫിന് കൊടുത്തിട്ട് ആശുപത്രി ചിലവൊക്കെ ഉള്ളതല്ലേ. നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴാണ് അയാൾ ഭാര്യയോട് പറയണേ, ഓ അദ്ദേഹത്തിന് നമ്മളോട് ഭയങ്കര സ്നേഹമായിരുന്നല്ലേ, നമ്മൾ അറിഞ്ഞില്ല എന്ന്. അത് അവൻ അനുഭവം വന്നത് എങ്ങനെയാണ്? നമ്മളെ 10 രൂപ കൊടുത്തതുകൊണ്ടാണ് അവന് മനസ്സിലായത്. അപ്പം അവന് അനുഭവമായി നമുക്ക് അവനോട് സ്നേഹമുണ്ടെന്ന്. അതിന് മുമ്പ് അവന് സ്നേഹമില്ല എന്ന് വെച്ചാൽ അവന് അനുഭവമില്ല. അത് തന്നെയാണ് ഈശ്വരനും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ. ഇപ്പം ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് കടങ്ങല്ലൂർ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത്. അവിടെ പോലും ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ വന്ന പഴമക്കാർ പറയാറുണ്ട്, അതായത് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിക്കാനാണ് വന്നത്. പ്രതിഷ്ഠിക്കാൻ വന്ന ആൾ പറഞ്ഞു ആ കൽമണ്ഡപത്തിലിരുന്ന് ജപിച്ചിട്ട് പ്രതിഷ്ഠിക്കാമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ നരസിംഹസ്വാമിയെ ഭജിച്ചു. ആ ഭജിച്ചു വെച്ച് അവിടെ ഇരുന്നിട്ട് അത് ഒരു പ്രതിഷ്ഠ നടത്തി എല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്തായി, ഇദ്ദേഹം ആ ജപത്തോടുകൂടി തന്നെ അത് ചെയ്തു. അപ്പോൾ നരസിംഹസ്വാമിയായി. അപ്പോൾ ആ സങ്കല്പത്തിലെ ഇതാണ് എല്ലായിടത്തും ഭഗവാൻ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഭഗവാന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അത് വിസിബിലിറ്റി കാണാൻ പറ്റില്ല. പക്ഷെ അത് കേൾക്കേണ്ടവരത് കേൾക്കും. എനർജി അറിയാൻ കഴിയും. എനർജി ലെവലാണ്. അപ്പം അതില്ലാത്തവന് നമുക്കൊന്നും മറ്റേ രാത്രി വവ്വാലും മൂങ്ങയൊക്കെ ഉണ്ടാക്കുന്ന സൗണ്ട് നമുക്ക് മൂങ്ങയുടെ ഫ്രീക്വൻസി നമുക്ക് അറിയാൻ പറ്റും? ഇല്ല. എക്യുപ്മെന്റ് വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മൂങ്ങക്ക് മനസ്സിലാവും, അല്ലെ വവ്വാലിന് മനസ്സിലാവും ഇത്ര കിലോമീറ്റർ അപ്പുറത്താണ് ബിൽഡിംഗ് ഉള്ളത്, ഇനി വരുന്ന പുഴയാണെന്ന് വവ്വാലിന് അറിയാം. എന്തായാലും സന്തോഷം കണ്ണൻജി, ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിലും. ഒരുപാട് പേർക്ക് ഗുരുക്കന്മാരുടെ അടുത്ത് എത്താൻ കഴിയട്ടെ, നല്ല ഗുരുക്കന്മാരുടെ കൂടെ എത്തി അതിനുശേഷം നല്ല സദ്ഗുരുവിൻ്റെ അടുത്ത് എത്താൻ കഴിയട്ടെ. ജീവിതത്തിലെ വലിയ നിയോഗങ്ങളിലൊന്നാണ് നല്ല സദ്ഗുരുവിൻ്റെ അടുത്ത് എത്തുക, ജീവിതം അടുത്ത തലങ്ങളിലേക്ക്, അതായത് അടുത്ത റിലംസിലേക്ക് എത്തുക എന്നുള്ളത്. ഒരുപാട് മോക്ഷപ്രാപ്തി നേടിയ ഒരുപാട് നല്ല നല്ല ആത്മാക്കൾ പൂർണ്ണമായും ഇവിടെ സാധാരണ ജനങ്ങളെ, സാധാരണ രീതിയിൽ ഭക്തന്മാരെ അടുത്ത ലെവലിൽ കൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് മഹാദേവനോടൊപ്പം നിൽക്കുന്ന നമ്മളെല്ലാ പുരാണങ്ങളിലും എടുത്തു പറയുന്ന അഗസ്ത്യ മഹർഷി അല്ലേ. സ്വാഭാവികം അദ്ദേഹത്തിന് വലിയൊരു റോളുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ രീതിയിലും നല്ലൊരു നേട്ടങ്ങൾ വരട്ടെ, നല്ല ഗുരുക്കന്മാരുടെ എത്താൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.